എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് ഞങ്ങളുടെ ഇന്നലത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്ന് രാവിലെയാണ് ഞാൻ ഇതിനെ ഡബ് ചെയ്യണത്. അപ്പോൾ എല്ലാവർക്കും അറിയാം, നമുക്ക് 21 ദിവസത്തെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മളൊക്കെ അത്യാവശ്യം കുറച്ച് ദിവസത്തേക്കുള്ള സാധനങ്ങളൊക്കെ കരുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ഭക്ഷണം അധികം വേസ്റ്റ് ആക്കാതെ കുറച്ച് നമുക്ക് ആവശ്യത്തിന് മാത്രം ഉണ്ടാക്കുക, വിഭവങ്ങളുടെ എണ്ണം കുറയ്ക്കുക, പിന്നെ വീടൊക്കെ വൃത്തിയാക്കി ശുചിയാക്കി ഇരിക്കുക, നന്നായി പ്രാർത്ഥിക്കുക. അപ്പോൾ നമുക്കിതൊക്കെ ചെയ്യാനുള്ളൂ. പിന്നെ നമ്മളുടെ കേരളം പോലെ ജനങ്ങൾ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലത്ത് കമ്മ്യൂണിറ്റി സ്പ്രെഡ് ഉണ്ടായാൽ പിടിച്ചാൽ കിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ഭരണാധികാരികൾ പറയണത് അനുസരിക്കുക തന്നെ. നമ്മളുടെ നല്ലതിന് വേണ്ടിയിട്ടാണല്ലോ പറയണേ, നമ്മളത് അനുസരിക്കുക. അപ്പോൾ ഞാൻ വീട്ടുജോലികൾ തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ നന്നായിട്ട് കൈ കഴുകണം. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേയും പിന്നെയും ഒക്കെ നന്നായിട്ട് കൈ വാഷ് ചെയ്യുക. പിന്നെ പുറത്തേക്കുള്ള യാത്രകളൊക്കെ ഇപ്പോൾ തീരെ ഇല്ല. ഇപ്പോൾ ഇന്നലെയൊന്നും ഭരതേട്ടൻ ഇവിടെ തീരെ പുറത്തേക്കൊന്നും പോയിട്ടില്ല. അത്യാവശ്യം ഞങ്ങളുടെ ഒരു സൈഡിലേക്ക് പോകാനുള്ളത് മാത്രം പോയുള്ളൂ. ഇന്നിപ്പോൾ അതും പോകണില്ല. അപ്പോൾ നമ്മൾ ഒരു എലിശ്ശേരി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. മത്തങ്ങ എലിശ്ശേരിയാണ്. അപ്പോൾ ഞാൻ എന്താ അത്രയ്ക്കും പയറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്, അതൊന്ന് വേവിച്ചെടുത്തു. അപ്പോൾ ഇത്ര ക്വാണ്ടിറ്റി ആയി. കാരണം ഇവിടെ മത്തങ്ങ എലിശ്ശേരിയിൽ അധികം പയർ ഇടണത് ഭരതന് ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങളുടെ രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പയറിടണതെന്ന് വെച്ചാൽ ഉണ്ടാക്കാം. ഞാൻ ഇതിന് മുന്നൊരു ദിവസം ഏതോ ഭരതന് നേരത്തെ പോകേണ്ട ഒരു ദിവസം തട്ടിക്കൂട്ട് എലിശ്ശേരി ഉണ്ടാക്കിയെന്ന് പറഞ്ഞ സമയത്ത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എലിശ്ശേരിയുടെ റെസിപ്പിയൊക്കെ നമ്മൾക്ക് എല്ലാ മലയാളികൾക്കും അറിയാവുന്നത് തന്നെയായിരിക്കും. അപ്പോൾ ജസ്റ്റ് ഞാനിതൊന്ന് റെസിപ്പി ആയിട്ട് കാണിക്കുകയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് നമ്മളിപ്പോൾ കുറച്ച് ഒരു പരിചയ സമ്പത്തും കാര്യങ്ങളും ഉള്ള ആൾക്കാർക്ക് ജസ്റ്റ് ഇങ്ങനെ റെസിപ്പി കണ്ടാലും ഏകദേശം മനസ്സിലാവുമല്ലോ, ഇതൊന്നല്ല അറിയാത്ത കാര്യങ്ങൾ കേട്ടോ. പക്ഷെ പുതിയ കുട്ടികൾക്ക് അതൊക്കെ കറക്റ്റ് മെഷർമെൻ്റായിട്ട് തന്നെ പറഞ്ഞാലാണ് മനസ്സിലാവുള്ളൂ എന്ന് തോന്നുന്നു. അതുകൊണ്ടാണല്ലോ നമ്മുടെ വീണാസ് കറി വേൾഡിലെ വീണയൊക്കെ പറയുന്നത് ഇത്രയും ജനസമ്മതി നേടിയത്. കാരണം ഒരു പുതിയ തുടക്കക്കാർക്കായാലും അത് നമ്മൾ നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്കായാലും ഒരുപോലെ മനസ്സിലാവുന്ന രീതിയിലാണ് ആൾ പറയുന്നത്. അപ്പോൾ ഞാനിപ്പോൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം മത്തങ്ങയ്ക്ക് ആവശ്യമുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി അത്രയും ഇട്ടതിന് ശേഷം അത് വേവിക്കാൻ വെച്ചിരിക്കുകയാണ്. പിന്നെ കുറച്ച് തേങ്ങയും നിങ്ങൾ കണ്ടല്ലോ, ജീരകവും കറിവേപ്പിലയും കൂടിയിട്ട് ഞാനൊന്ന് ചതച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മിക്സിയിൽ അരയ്ക്കാറില്ല, ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇടിച്ചെടുക്കുകയാണ് പതിവ്. ഇപ്പോൾ അമ്മയുള്ളതുകൊണ്ട് ഞാൻ അമ്മിയിലൊന്ന് ഒതുക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മൾ അവിയലിനൊക്കെ ഒരു ചതയ്ക്കണ പരുവത്തിലെടുത്തു. ഞാൻ തിരിച്ചു വന്നപ്പോഴേക്കും മത്തങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. മത്തങ്ങയ്ക്ക് പിന്നെ അധികം വേവൊന്നുമില്ല, നമ്മളിപ്പോൾ കുക്കറിൽ വിസിലടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ ഓപ്പണായിട്ട് വേവിച്ചാലും പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു കറിയാണ്. കാരണം തേങ്ങ അരയ്ക്കാനുള്ളൊരു ടൈം മാത്രമേ ഇതിന് വേണ്ടോ. അപ്പോൾ അതിൻ്റെ വെള്ളം ഒന്ന് കഴുകി ഒഴിക്കുകയാണ്. ഇനി നമ്മൾക്ക് ഉപ്പ് നോക്കണം. കാരണം ഞാൻ നേരത്തെ പയറിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പയറിൽ അത് കഴിഞ്ഞ് മത്തങ്ങയിൽ കുറച്ചിട്ടു. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റെപ്പായിട്ട് ഉപ്പിടുമ്പോൾ നമ്മൾക്ക് കുറേശ്ശെ ഇടാനുള്ള ധൈര്യം ഉണ്ടാവുള്ളൂ. കാരണം എല്ലാതും കൂടി ഒന്നിച്ച് മിക്സായിട്ട് വരുമ്പോൾ ഉപ്പ് കൂടാൻ പാടില്ലല്ലോ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഉപ്പ് നോക്കി, ഇപ്പോൾ കുറച്ച് ഉപ്പ് കുറവാണ്. അപ്പോൾ ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ ഇടാലോ, കൂടിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചെയ്യാൻ പറ്റും, വേണമെങ്കിൽ ഇതൊക്കെ അഡീഷണൽ ചേർത്തിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ നമ്മൾക്ക് അങ്ങനെ കുറേ ഭക്ഷണം വെച്ചുണ്ടാക്കി കളയാൻ പറ്റിയൊരു സാഹചര്യമല്ലല്ലോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പൊക്കെ നമുക്ക് പാകമായി. കഴുകിയെടുത്ത കരിവേപ്പിലായതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ പൊട്ടിത്തെറിച്ചു കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കുറച്ച് വറവിടണം. അപ്പോൾ ചില സ്ഥലങ്ങളിലൊന്നും ഇങ്ങനെ വറുത്തിടുന്നതില്ല എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു വറുത്തിട്ടിട്ടാണ് ചെയ്യാറുള്ളത്. ഇത് വറക്കുക പറയണമെങ്കിൽ ഒരു ഗോൾഡൻ കളർ ആവും വേണം, എന്നിട്ട് കരിയാനും പാടില്ല. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മൊത്തം മാറും, മണമൊക്കെ മാറും. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് ഒരു പരുവെത്തി കഴിഞ്ഞാൽ ഞാൻ തീ ഓഫാക്കാറാണ് പതിവ്. കാരണം ഈ ചീനച്ചട്ടിയിൽ നന്നായിട്ട് ചൂട് നിൽക്കും. അപ്പോൾ ഞാൻ ഒരു വിധമായി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യും. എന്നിട്ട് ബാക്കി ആ പാത്രത്തിൻ്റെ ചൂടിൽ നമ്മൾ ഇളക്കി കൊടുത്തിരുന്നാൽ മതി. എന്നിട്ട് ക്യാമറ ഞാൻ കയ്യിൽ പിടിച്ചിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത് കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഈ ചീനച്ചട്ടി നേരിട്ട് അങ്ങോട്ട് തട്ടാറാണ് പതിവ്. ഇപ്പോൾ ഒരു കയ്യിൽ ക്യാമറ പിടിക്കുമ്പോൾ എനിക്ക് എന്തായാലും ഒരു കയ്യിലുണ്ട് ഇങ്ങനെ എടുത്തിടാനേ പറ്റുള്ളൂ.
അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മൾ ചക്കയും എലിശ്ശേരി വെക്കുന്നത്. ഇപ്പോൾ ചക്കയുടെയൊക്കെ സീസണാണ്. അപ്പോൾ നമ്മൾ കൂടുതലും പച്ചക്കറികളൊന്നും വാങ്ങിക്കാൻ നമുക്ക് പോകാൻ പറ്റില്ലെങ്കിൽ നമ്മളിങ്ങനെ സീസണലായിട്ട് നമ്മുടെ വീട്ടിലും ഒക്കെ കിട്ടണത്. ഇപ്പോഴാണ് നമ്മുടെ വീടിൻ്റെ തൊടിയിലും അതുപോലെ തന്നെ ടെറസിൻ്റെ മുകളിലൊക്കെ എന്തെങ്കിലും പച്ചക്കറി നട്ടുണ്ടാക്കിയാലുള്ള ഗുണങ്ങൾ മനസ്സിലാവണേ. നമ്മൾക്ക് സ്ഥലം ഉണ്ടെങ്കിൽ നിവൃത്തിയുള്ളവരൊക്കെ നമുക്ക് കൃഷിത്തോട്ടം ഉണ്ടാക്കുക തന്നെയാണ് നല്ലത്. അപ്പോൾ ഞാൻ പിള്ളേർക്ക് വേണ്ടി കുറച്ച് റൈസ് ഇരുന്നായിരുന്നു, കുറേ നാളായിട്ടുള്ളതാണ്. അപ്പോൾ പ്ലെയിൻ റൈസ് തന്നെ കേട്ടോ, വെറുതെ ഞാനതിൽ നെയ്യിൽ മുന്തിരി മണ്ടിപ്പരിപ്പും വറുത്തിട്ടിട്ടുള്ളൂ, പിന്നെ കുറച്ച് മല്ലിയില ഇട്ടിട്ടുള്ളൂ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഇതെന്ന് പറയുന്നത് പാവങ്ങളുടെ ഗോബി മഞ്ചൂരി എന്ന് പറയാം. ഞങ്ങളിവിടെ സ്ഥിരം ചപ്പാത്തിക്ക് ഉണ്ടാക്കുന്ന കറിയാണ്. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ കോളിഫ്ലവറിൻ്റെ റെസിപ്പിയൊന്നും പങ്കുവയ്ക്കാൻ പറ്റിയ സമയമല്ലാത്തതുകൊണ്ട് ഞാനിത് ഇടാത്തത്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറഞ്ഞു തരാം. നമ്മൾക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ഉപയോഗിച്ചിട്ട് നമുക്കിതിന് വേണ്ടി ഒന്നും വാങ്ങിക്കാതെ നമുക്കൊരു ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാം. ഏകദേശം ഞാൻ കംപ്ലീറ്റ് പെർഫെക്റ്റ് ആ ടേസ്റ്റ് കിട്ടുമെന്ന് ഞാൻ പറയില്ല, കാരണം അതെന്തായാലും ആവില്ല. പക്ഷേ എന്നാലും അതിൻ്റെ ഗ്രേവിയുടെ ടെക്സ്ചർ ആയാലും അതിൻ്റെ ടേസ്റ്റ് ആയാലും നല്ല അടിപൊളിയാണ്. പിന്നെ ഞാനൊരു രസമാണ് ഉണ്ടാക്കിയത്. രസം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കഴിഞ്ഞ് കുടിക്കാനായിട്ട് കുടിവെള്ളം നമ്മളെടുത്ത് വെച്ചു. അപ്പോൾ ഗ്യാസൊക്കെ നമ്മളിനി ഉപയോഗം കുറയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. കാരണം ഇന്നാണിപ്പോൾ ഇതറിഞ്ഞത്. ഇത് ഞങ്ങൾ ഇന്നലെ ചെയ്തതാണല്ലോ. അപ്പോൾ ഞാനൊരു പഴംപൊരി ഉണ്ടാക്കാൻ പോവാണ് 4 മണിക്കുള്ളത്. അപ്പോൾ ഞങ്ങളത് കഴിഞ്ഞിട്ട് കുളിച്ച് പിള്ളേരൊക്കെ ആയിട്ട് കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ കുറച്ച് ഒതുക്കി വയ്ക്കുകയും മാറാലടിക്കലും തുടക്കലൊക്കെ ചെയ്തു. അപ്പോൾ അതൊക്കെ ഞാൻ എന്നും കാണിക്കുന്നതായതുകൊണ്ടാണ് അതൊന്നും കാണിക്കാത്തത്. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം സീമയുടെ ഒരു വ്ളോഗ് കാണുന്നുണ്ടായി. സീമേനെ അറിയാലോ, സീമ വിനീത്, ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയിൽ പെട്ട ഒരു കുട്ടിയാണ്. പക്ഷേ എനിക്ക് ഒരു പ്രത്യേകതരം സംസാരമാണ്. അപ്പം ഞാൻ അവരുടെയൊക്കെ ഇപ്പം രഞ്ജുമയുടെയും സൂര്യയുടെയൊക്കെ വ്ളോഗ്സ് കാണാറുണ്ടെങ്കിലും ഒരു പൊടി ഇഷ്ടം കൂടുതൽ എനിക്ക് സീമയുടെ അടുത്തുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്നിട്ട് എനിക്ക് ആ പരിചയപ്പെടാൻ നല്ല ആഗ്രഹമായിരുന്നു. എന്നിട്ട് ഞാൻ ആളായിട്ട് സംസാരിച്ചു, പരിചയപ്പെട്ടു. അപ്പോൾ നല്ല കുട്ടിയാണ്, നല്ല പെരുമാറ്റമാണ്, പിന്നെ നല്ല പക്വതയുള്ള സംസാരവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് സീമയുടെ വ്ളോഗിൽ നിന്ന് കിട്ടിയ എനിക്ക് റെസിപ്പിയാണ്. സാധാരണ പഴംപൊരിയൊക്കെ നമ്മൾ ഉണ്ടാക്കും. ഇപ്പോൾ സീമ പറയണു മുട്ട അടിച്ച് ചേർത്തിട്ട് അതിലുണ്ടാക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണെന്ന് പറഞ്ഞു. ഇവിടെ വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ സീമയ്ക്ക് ഒരു വലിയ താങ്ക്സ് ഉണ്ട്. പിന്നെ സീമ ഇപ്പോൾ കൊറോണയുടെ കേസായാലും കൊറോണയെ പറ്റിയിട്ടും എപ്പോഴും ബോധവൽക്കരണത്തിന് വീഡിയോ ഇടാറുണ്ട്. ആൾ നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നൊരു കുട്ടിയാണ്. അപ്പോൾ നമ്മുടെ പഴംപൊരിയൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഡി ആവുന്നതിനനുസരിച്ച് പിള്ളേർക്ക് അങ്ങനെയാണല്ലോ, ചൂടോട് കൂടി കഴിക്കാനാവുമല്ലോ താല്പര്യം. അതിപ്പോൾ ഞാനും അങ്ങനെയായിരുന്നു കേട്ടോ. എൻ്റെ അമ്മയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി തരുന്ന സമയത്ത് അമ്മ എന്നെ വിളിക്കും, ഇതാവണ സമയത്ത് ചൂടോട് കൂടിയിട്ട് ഞങ്ങൾ കഴിക്കും. അതുപോലെ തന്നെ ലച്ചു ഒരു പഴംപൊരിയായിട്ട് കടന്ന് കളയണ കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. അവന് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അവൻ പുറത്തുനിന്ന് വാങ്ങിച്ചു കൊടുത്താൽ കഴിക്കില്ല, പക്ഷേ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ വീട്ടിലായാലും കഴിച്ചോളും. അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തോട്ടം നനയ്ക്കാൻ പോവാണ്. തോട്ടത്തിൻ്റെ കാര്യമൊക്കെ ഇത്തിരി പരിതാപകരമാണ്, കാരണം ചെടികളൊന്നും ഇപ്പോൾ അധികം ഇല്ല. പിന്നെ നമ്മൾ വേറെ 2 വാഴയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ദിവസങ്ങൾ ഞങ്ങൾ കുറച്ച് മുറ്റമൊക്കെ ഒന്ന് റെഡിയാക്കി കുറച്ചുകൂടിയൊക്കെ വല്ല പച്ചക്കറി വിത്തുകളൊക്കെ നടാനുള്ള പരിപാടിയാണ്. അപ്പോൾ കണ്ടോ, വാഴയുടെ ചുവട്ടിലൊക്കെ കുറച്ച് ചെടികളൊക്കെ വളർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പറിച്ച് വൃത്തിയാക്കണം. പക്ഷേ മാള് പറഞ്ഞാൽ അത് പറിക്കാൻ സമ്മതിക്കുന്നില്ല. അതിന് നല്ല ഭംഗിയുള്ള മഞ്ഞ പൂക്കളാണ്. ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ. ആ വാഴയുടെ ചുവട്ടിലുണ്ടായിരിക്കുന്നത്. പക്ഷേ വാഴയുടെ ചുവട്ടിൽ പുല്ല് ഉണ്ടാവാൻ പാടില്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ വളം ഇട്ട് കൊടുക്കണമെങ്കിൽ അത് ഫുള്ള് പുല്ല് അബ്സോർബ് ചെയ്യുന്നതാണ് പറയുക. അപ്പോൾ അതൊക്കെ നമുക്ക് വലിച്ചു കളയണം. അവൾ അതിൻ്റെ പൂവ് കാണാൻ നല്ല ഭംഗിയുണ്ടെന്നുകൊണ്ട് നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ തുണികളൊക്കെ എടുത്തു കൊടുന്നു. കാരണം രാത്രി ഇടിയും മിന്നലും മഴയൊക്കെ ഉണ്ടാവുമെന്ന് കാലാവസ്ഥ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും വൈകുന്നേരം തുണികൾ എടുത്ത് മടക്കി വയ്ക്കും കേട്ടോ. ഇത് ഷീറ്റിൻ്റെ അടിയിലാണെങ്കിൽ പോലും നമുക്ക് കൂടുതൽ ദിവസം അങ്ങനെ കിടക്കാൻ പാടില്ല. പിന്നെ അന്ന് നമ്മളത് ചെയ്യണതാണ് ഏറ്റവും നല്ല കാര്യം. അപ്പോൾ അതൊക്കെ അതിൻ്റെ സ്ഥലത്ത് എടുത്ത് വെച്ചു. അപ്പോൾ നമ്മുടെ ലച്ചുവിന് അന്ന് ഉണ്ടാക്കിയ ബോക്സുകളുണ്ടല്ലോ, അതിലാണ് അവൻ്റെ ഡ്രസ്സുകളൊക്കെ വയ്ക്കുക. അപ്പോൾ അങ്ങനെ നൈറ്റികളായാലും എല്ലാതായാലും എടുത്ത് വെച്ചു. പിന്നെ ഒരു ബെഡ്ഷീറ്റ് കഴുകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബെഡ്ഷീറ്റ് ഞാൻ എപ്പോഴും അങ്ങനെ അലമാരിലാണ് വയ്ക്കുക, കാരണം അത് എപ്പോഴും എടുക്കണമെന്നല്ലോ. അപ്പോൾ പൊടി അടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിലേക്ക് എടുത്ത് വെച്ചു. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ദിവസം. പിന്നെ അതിൻ്റെ ഇടയിൽ ഞങ്ങൾ കുറേ പിള്ളേരൊക്കെ ആയിട്ട് കളിച്ചു കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മളെപ്പോഴും ആവശ്യത്തിന് മാത്രം ഭക്ഷണം ഉണ്ടാക്കുക, അതുപോലെ തന്നെ വീടൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക ദൈവത്തിൻ്റെ അടുത്ത്. പിന്നെ നമ്മൾക്ക് ഇപ്പോൾ ഒരു 21 ദിവസത്തെ കഴിയുമ്പോൾ ഒരുവിധം സ്ഥിതിഗതികളൊക്കെ കറക്റ്റ് ആവുമെന്ന് വിചാരിക്കുന്നു.
അപ്പോൾ എല്ലാവർക്കും എൻ്റെ പ്രാർത്ഥനകളിൽ നിങ്ങളെല്ലാവരെയും ഞാൻ ഓർക്കും. എല്ലാവർക്കും നല്ല ലോകത്തിന് മൊത്തം ഈ കൊറോണയുടെ ഭീതിയിൽ നിന്ന് മാറട്ടെ എന്ന്, പെട്ടെന്ന് തന്നെ മാറട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവർക്കും നന്ദി.